റെഡി? നമ്മൾ ചെയ്യാൻ പോകുന്നത് ത്രികോണാസനയാണ്. ഫസ്റ്റ് വലത് സൈഡ് ചെയ്യാം. വലത് കാലുകൾ അകത്തി ഒരു ബ്രീത്ത് എടുക്കുക. കൈകൾ ഷോൾഡറിന് നേരെ ഉയർത്തുക. അതിനുശേഷം കൈകൾ ക്രോസ് ചെയ്യുക. ശേഷം കാലുകൾ ക്രോസ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. കാലിൻ്റെ പുറടിയിൽ ടച്ച് ചെയ്ത ശേഷം മേലോട്ട് നോക്കുക. കുറച്ച് ടൈം ഹോൾഡ് ചെയ്യുക. അതിന് ശേഷം ഒരു ബ്രീത്ത് എടുത്തുകൊണ്ട് അതേപോലെ ലെഫ്റ്റ് സൈഡിലും ചെയ്യാം. ലെഫ്റ്റ് ലെഗ് ക്രോസ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലോട്ട് കാലിൻ്റെ പുറടിയിൽ ടച്ച് ചെയ്യുക. മേലോട്ട് നോക്കുക. അവിടെ ഹോൾഡ് ചെയ്യുക. അല്പ ടൈം ഹോൾഡ് ചെയ്യുക. ഇനി ബ്രീത്ത് എടുത്തുകൊണ്ട് കാല് ശരിയാക്കുക. റിലാക്സ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ത്രികോണാസനം പൂർത്തിയായിട്ടാണ്. ഇതിൻ്റെ ഗുണങ്ങൾ: ഒന്ന്, നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥ അത് സാധാരണഗതിയിലാവുന്നു. അതുപോലെ നമ്മുടെ അകാരവടിവിന് വളരെയധികം നല്ലതാണ്. അഡ്രിനാൽ ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ നമ്മുടെ നട്ടെല്ലിൻ്റെ പേശികളിലെ അയവും ബലവും നൽകുന്നു. ഹിപ്പിലെ പേശികൾക്ക് നല്ലതാണ്. തൈ മസിലിലെ, കാലിലെ മുട്ടിലെ, കൈകളിലെ, കഴുത്തിലെ, ഇടുപ്പിലെ എല്ലാ പേശികൾക്കും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ആസനമാണ് ത്രികോണാസനം. ഇത് നിന്ന് ചെയ്യുന്ന ഒരു ആസനമാണ്. ഇത് 3 തവണയെങ്കിലും മിനിമം ദിവസം ആവർത്തിക്കുക. ഓക്കെ, ലൂസിൻ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം ത്രികോണാസനം ചെയ്താൽ ഈ ഗുണങ്ങളെല്ലാം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും.